നാടിനെ നടുക്കുന്ന ദുരന്തം വിളിച്ചു വരുത്താൻ പാകത്തിൽ തിരക്കേറിയ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴാൻ പാകത്തിലാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന് ഇപ്പോഴുള്ളത്. പൊട്ടിനിൽക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ ഉറവ് പ്രത്യക്ഷപ്പെട്ടതും അപകട ഭീഷണി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിനു വേണ്ടി വീരമലക്കുന്നിന്റെ വശങ്ങൾ ഇടിച്ചു നിരത്തിയിരുന്നു. അതിനൊപ്പം കനത്ത മഴ കൂടി എത്തിയതോടെ വീരമലക്കുന്നിന് സമീപം താമസിക്കുന്നവർ ഭീതിയിലാണ്. ഏത് നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകാവുന്ന ഭൂപ്രദേശമായി ഇവിടം മാറിയിരിക്കുകയാണ്. ഏത് നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകാവുന്ന നിലയിലുള്ള വീരമല കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാസർഗോട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായി ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയൊരു അപകട കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദേശീയപാതയോട് ചേർന്ന കുന്നാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ രൂപപ്പെട്ട് വരുന്നു. ഇപ്പോൾ നീരുറവടക്കം നമ്മൾ വരുന്ന ഒരു കാഴ്ച കാണുന്നു. അത്തരത്തിൽ വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇവിടെ ഏകദേശം 50ഓളം കുടുംബങ്ങൾ ഇതിന്റെ സമീപപ്രദേശങ്ങളിലായി താമസിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വലിയ ഭീഷണിയിലാണ്, വലിയ പേടിയിലാണ്. കാരണം ഇനിയും കാലവർഷം ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു വലിയൊരു മഴ വന്നാൽ തന്നെയും ഇത്തരത്തിൽ വലിയൊരു അപകടം ഇവിടേക്ക് ഉണ്ടാകുമെന്ന രീതിയിൽ വളരെ ആശങ്കയോടെയാണ് ഈ ഒരു പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത് എന്നുള്ളതാണ്. ഹൈവേന്റെ വർക്ക് തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ഞങ്ങൾ ഈ ഭീഷണി, ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതായിരുന്നു. പക്ഷെ അന്ന് ആരും ചെവിക്കൊണ്ടില്ല. വീരമല സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഇതിനെതിരായിട്ട് കളക്ടർക്കൊക്കെ നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ ഈ രീതിയിൽ അശാസ്ത്രീയമായിട്ട് മണ്ണിടിക്കുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പേരിലൊരു പോലീസ് കേസുമുണ്ട്. ഞങ്ങൾ ഈ പ്രദേശം പൊതുവെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണിത്. ഈ കുന്ന് ഇത്രമാത്രം ഇടിച്ചു പോകുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതുപോലെ പിന്നെ ഇവിടെ ഒരു 5-6 വീട്ടിൽ ഇപ്പം തന്നെ വെള്ളം കയറി. കാരണം അവർക്കൊന്നും പോകാൻ വഴികളില്ല. എല്ലാം വെള്ളം നിറഞ്ഞിട്ടാന്നില്ല. ആ വീട്ടിലെ ആളുകൾക്ക് ഏരിയും പോകാൻ വഴിയില്ല. അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല അധികൃതർ. അതേസമയം തന്നെ ഒരു കുടിവെള്ള സ്രോതസ്സും കൂടിയാണ് നഷ്ടം. അത് ഇതിന് മുകളിൽ, ഈ കുന്നിന് മുകളിലാണ് പിന്നെ ജലസംഭരണി ഇല്ലത്. അതൊക്കെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ വീരമലക്കുന്ന് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ടൂറിസ്റ്റ് കേന്ദ്രം വരുന്നു എന്ന് പറയുന്നത് ഇതുവരെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല. ഈ ഡ്രെയിനേജിൻ്റെ കാര്യം തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഇവരെ ഈ കമ്പനീൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു, NHന്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. പക്ഷേ അന്നേരം അവർ, ഈ കമ്പനി അധികൃതർ പറയുന്നത് ഹൈവേയിൽ പെയ്യുന്ന മഴവെള്ളം പുറത്തു കളയേണ്ട വഴി ഞങ്ങൾ നോക്കും, ബാക്കി നിങ്ങൾ ലോക്കൽ ബോഡീസ് ചെയ്യണം എന്നല്ല. പക്ഷേ ഇവിടെ 2 ഭാഗത്തും വെള്ളം കുത്തിയൊഴുകി വരുന്ന വലിയ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടാകുന്നു. വർഷത്തിൽ ആ വെള്ളം നേരെ ആ വയലിലേക്കാണ് ഇപ്പം തിരിച്ചു വിടുന്നു. അത് തന്നെയാണ് എല്ലാവരും വലിയ ഭീതി തന്നെയാണ്. ഈ കുന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ വലിയൊരു ഭയാനകമായ ഒരു കുന്നായി തന്നെ നമുക്ക് തോന്നാം അല്ലേ? അത്രത്തോളം ആളുകൾ, അപ്പോൾ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകൾ എത്രത്തോളം ആ ഒരു ഭയാനക കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതെല്ലാം അധികൃതർ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.